ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി അടുപ്പോ ഓവനോ ഇല്ലാതെ ഫ്രൈയിങ് തന്തൂരി ചിക്കനും നല്ല ടേസ്റ്റി സിമ്പിൾ ബിരിയാണിയുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇതിന് ഒരു മിക്സിംഗ് ബൗളിൽ 1/4 കപ്പ് തൈര്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, അരമുറി നാരങ്ങ പിഴിഞ്ഞത്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ക്ലീൻ ചെയ്ത ചിക്കൻ ലെഗ് പീസ് 4 എണ്ണം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ചിക്കൻ്റെ ലെഗ് പീസ് നല്ലപോലെ വരഞ്ഞു കൊടുക്കണം. മസാല പിടിക്കാനും ചിക്കൻ വേവാനും വേണ്ടിയാണ് ഇങ്ങനെ വരയുന്നത്. ഇനി ലെഗ് പീസുകളിട്ട് മസാല നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കുക. ഇനി ഇത് അടച്ച് ഫ്രിഡ്ജിൽ 3 മണിക്കൂർ വയ്ക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. മാരിനേറ്റ് ചെയ്ത മസാല നല്ലപോലെ ചിക്കനിൽ പിടിക്കാനാണ് ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും വെക്കുന്നത്. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ വെച്ചത് 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ചിക്കൻ കഷ്ണങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഹൈയിലായിരിക്കണം. ചിക്കൻ ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിടുക. വീണ്ടും 1 മിനിറ്റ് ഹൈയിൽ വെച്ച ശേഷം മറിച്ചിടുക. ചിക്കൻ ഇട്ടതും ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെക്കണം എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിലിട്ടാൽ ചിക്കനിൽ നിന്നും വെള്ളമിറങ്ങി ചിക്കൻ്റെ ഉൾഭാഗം ജ്യൂസി അല്ലാതെ ചിക്കൻ ഡ്രൈ ആയി പോവും. ഉള്ളു സോഫ്റ്റായി കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് പുറം ക്രിസ്പിയാക്കിയെടുത്താൽ ചിക്കൻ്റെ പുറം ഭാഗം കോട്ടിംഗ് ആയി വർക്ക് ചെയ്യുകയും ഉള്ളിലുള്ള വെള്ളം പുറത്തു വരാതെയും ഇരിക്കും. അതുപോലെ പാനിൽ കൂടുതൽ ചിക്കൻ പീസുകൾ ഇട്ടാൽ ഇതിൽ നിന്നും വെള്ളമിറങ്ങി കറി പോലെയാവും. ഇനി ഇത് OTGയിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 തൊട്ട് 40 മിനിറ്റ് ഗ്രില്ല് ചെയ്തും ഇതുണ്ടാക്കാം. 2 സൈഡും 1.5 മിനിറ്റ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 15 മിനിറ്റ് 2 സൈഡും വേവിക്കുക. ചിക്കൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പുറം ലേശം കരിഞ്ഞ് തന്തൂരി സ്റ്റൈലായിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി നിങ്ങൾക്ക് അടുത്ത ട്രിപ്പിലും വറക്കാൻ ചിക്കൻ ഉണ്ടെങ്കിൽ ഇതേ എണ്ണയിൽ വറക്കരുത്. ഇത് വൃത്തിയാക്കി ഫ്രഷ് എണ്ണയിൽ വേണം അടുത്ത ട്രിപ്പ് ചിക്കനും പാകം ചെയ്യേണ്ടത്. ഇനി ഇത് തന്തൂരി ചിക്കൻ ആക്കണമെങ്കിൽ സ്മോക്കി ഫ്ലേവർ കൊടുക്കണം. അതിന് കുറച്ച് കരി അഥവാ ചാർക്കോൾ ഗ്യാസിൽ വെച്ച് ഇങ്ങനെ ചൂടാക്കി നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ പാത്രത്തിൽ ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായ ഈ കരിയിലേക്ക് എണ്ണ ഒഴിച്ച് അടച്ച് 1/2 മിനിറ്റ് വയ്ക്കുക. ഇപ്പോൾ നല്ല പുക വരും. പുക കുറവാണെങ്കിൽ 1 മിനിറ്റ് വയ്ക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തന്തൂരി ചിക്കൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയത് കണ്ടുവല്ലോ. നാരങ്ങയും സവാളയും വെച്ച് ഇത് അലങ്കരിക്കാവുന്നതാണ്. അടുത്തത് ഇതുപോലെ തന്നെ ഒഴിവു ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് ടേസ്റ്റ് കുറയുമെന്ന് ഭയം വേണ്ട. നല്ല രുചി തന്നെയായിരിക്കും. ഇതിന് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇതിന് ഒരു പാത്രത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരച്ചത് ഇട്ട് കൊടുക്കുക. കൂടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എരിവ് കുറവായിരിക്കും, എന്നാൽ നല്ല കളർ കിട്ടുകയും ചെയ്യും. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി, അതായത് 1 സ്പൂൺ ചേർത്താൽ മതി. 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1/4 കപ്പ് തൈര്, അരമുറി നാരങ്ങ നീര്, 2 സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. ഈ മസാലയിലേക്ക് മോര് ചേർത്ത് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ചിക്കൻ കഷ്ണങ്ങളിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ്റെ സ്മെല്ല് കുറയാനാണ് മോര് ചേർത്ത് കഴുകുന്നത്. ചിക്കൻ മസാല പുരട്ടി 1 മണിക്കൂർ മിനിമം വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക.
നെയ്യ് ഉരുകുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർക്കുക. അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ അണ്ടിപ്പരിപ്പ് ബിരിയാണിയാണോ എന്ന്. കൂടുതൽ വറുത്തത് മുഴുവൻ ബിരിയാണിക്കല്ല, പായസത്തിന് കൂടി ചേർക്കാനാണ്. അണ്ടിപ്പരിപ്പ് സിമ്മിൽ വറക്കണം, എന്നാലേ ക്രിസ്പിയായി കിട്ടുകയുള്ളൂ. ഏകദേശം മൂത്ത് വന്നാൽ കുറച്ച് ഉണക്ക മുന്തിരിങ്ങ കൂടി ചേർത്ത് വഴറ്റുക. മുന്തിരിങ്ങ വീർത്ത് ബോൾ പോലെയാവുമ്പോൾ കോരി മാറ്റുക. ഇനി ഇതേ നെയ്യിൽ തന്നെ 2 വലിയ സവാള നുറുക്കിയത് ചേർത്ത് വഴറ്റുക. സവാള ബ്രൗണൊന്നും ആവണ്ട, ഈ സ്റ്റേജിലായാൽ മതി. ഇനി നമ്മൾക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് ഇളക്കി കൊടുക്കുക. അടച്ച് സിമ്മിൽ വേവിക്കുക. അത് വെന്ത് വരട്ടെ. ആ സമയം നമുക്ക് ബിരിയാണിക്കുള്ള അരി കഴുകിയെടുക്കാം. 1/2 കിലോ ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസിനേക്കാളും നല്ല മണമുള്ള ജീരകശാല അരിയിൽ ബിരിയാണി ഉണ്ടാക്കി നോക്കൂ. മണവും സ്വാദും കൂടുതലായിരിക്കും. അരി കഴുകി 20 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. എണ്ണയിൽ ഒരു വലിയ സവാള വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇത് അലങ്കരിക്കാനാണ്. അടുക്കളപ്പണി എന്ന് പറയുന്നത് ഒന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് സമയമെടുക്കുമെങ്കിൽ ആ സമയം കൊണ്ട് ഈ വിഭവത്തിന് വേണ്ട മറ്റു പണികൾ ചെയ്യാം. ഒന്നായ ശേഷം അടുത്തത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ശരിക്കും പറഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് ആണ്. ഇനി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു കുക്കർ വയ്ക്കാം. കുക്കറിലെ വെള്ളമയം വറ്റിയാൽ 2 സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, വഴനയില എന്നിവയിട്ട് മൂത്ത് വരുമ്പോൾ കുതിർക്കാൻ വെച്ച അരി വെള്ളമില്ലാതെ ഊറ്റി വെച്ചത് ചേർക്കുക. അരി 1 മിനിറ്റ് വഴറ്റുക. അരി വെന്തു കൊഴിയാതെ ഒന്നിനോടൊന്ന് ഒട്ടാതെ ഇരിക്കാനാണ് അരി വഴറ്റുന്നത്. കൂടുതൽ വഴറ്റരുത്, 1 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ അളവ് അരി മുങ്ങിക്കിടക്കത്തക്കവണ്ണം ഒഴിച്ചാൽ മതി. 1:1.5 എന്നാണ് കണക്ക്. നമ്മൾ ബിരിയാണിയിൽ പച്ചവെള്ളമല്ല ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പകുതി വെന്ത ചിക്കനാണല്ലോ നമ്മൾ അരിയിലേക്ക് ചേർക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാൽ ചിക്കൻ മൂരിച്ച പോലെയാകും. ഇനി അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞു ചേർക്കാം. ഞാൻ മറന്നാൽ നിങ്ങൾ മറക്കാതെ ഉപ്പ് ചേർക്കുക. 1 സ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി 1/4 സ്പൂൺ ഗരം മസാലയും 1 പിടി പുതിന, മല്ലിയില എന്നിവ കൂടി ചേർക്കുക. ഇനി ഈ സമയം നമ്മൾ സിമ്മിൽ വേവാൻ വെച്ച ചിക്കൻ പകുതി ഭാഗം വെന്ത് വന്നിരിക്കും. ചിക്കൻ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേണം വേവിക്കുവാൻ. ഇനി പകുതി വെന്ത ചിക്കൻ ചേർക്കുക. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് 1 വിസിൽ വരെ വേവിക്കുക. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഇത് ഗ്യാസ് കത്തിച്ച് ദോശക്കല്ല് വെച്ച് അതിനു മുകളിൽ കുക്കർ വെച്ച് 20 മിനിറ്റ് ദം ചെയ്താൽ കുറച്ചുകൂടി സ്വാദായിരിക്കും ബിരിയാണിക്ക്. ഗ്യാസ് ഓഫ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം തുറന്നാൽ ബിരിയാണി റെഡി. ഒട്ടും തന്നെ കുഴയാതെ അടിപിടിക്കാതെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് കുക്കറിൽ വെക്കുമ്പോൾ കുഴയുമോ എന്ന പേടിയുണ്ടെങ്കിൽ അടച്ച് സിമ്മിൽ വെച്ച് വേവിച്ചാൽ മതി. ഇനി നമ്മൾക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എന്നിവ വിതറി അലങ്കരിക്കാം. അതുപോലെ വറുത്ത് വെച്ച സവാളയും വിതറി കൊടുക്കാം. അവസാനം കുറച്ച് മല്ലിയില കൂടി വിതറിയാൽ നമ്മുടെ ബിരിയാണി റെഡി. ഇനി ഇത് ചൂടോടെ അച്ചാർ, പപ്പടം, സലാഡ് എന്നിവയ്ക്കൊപ്പം കഴിക്കാം. അധികം നെയ്യൊന്നും നമ്മൾ ചേർക്കാതെ തന്നെ നല്ല സ്വാദുള്ള ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി കഴിച്ചു നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.